അസ്സലാമു അലൈക്കും. ജുമീൻ്റെ ഉപ്പാൻ്റെ കല്യാണമാണെന്ന് ഉമ്മച്ചി മറിയു സ്വകാര്യമായി ഭാഷയുടെ ചെവിയിൽ പറഞ്ഞു. ഞായറാഴ്ച പെണ്ണിനെ കാണാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു ജുമിയുടെ ഉപ്പ. ഒരു കല്യാണത്തിന് പോകുന്ന എല്ലാ സന്തോഷവും അവളുടെ മുഖത്തുണ്ടായിരുന്നു. എന്നിട്ട് എന്താ മോളോ, ജുമിക്ക് ഇഷ്ടമായോ? അവൾക്ക് തന്നെ വിട്ടുപോകാൻ പറ്റുമോ? അവളോടെല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് ഇതൊക്കെ. അറിയാൻ തോന്നി മാഷിക്ക്. ജുമിക്ക് നല്ല ഇഷ്ടമായിരുന്നു, നല്ല രസമുണ്ടെന്ന് പറഞ്ഞു കാണാൻ. അവൾ ഫോട്ടോ കണ്ടുവന്ന് ഞങ്ങൾക്ക് സർപ്രൈസ് പറഞ്ഞു ജുമിയുടെ ഉപ്പ. ഞായറാഴ്ച കാട്ടിത്തരാമെന്ന്, പുതിയ ഉടുപ്പൊക്കെ വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വൈകിട്ട് നേരത്തെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കല്യാണത്തിൻ്റെ സന്തോഷം നിറച്ച് മറിയ ഓടിപ്പോകുമ്പോൾ നിർവികാരമായി ഒന്ന് നോക്കിയതേ ഉള്ളൂ മാഷി. വൈകിട്ട് മക്കളെയും കൂട്ടി അവർക്കൊക്കെ ഡ്രസ്സ് എടുത്ത് കൊടുത്ത് ജുനൈ അവനുള്ള കുറച്ച് പാൻറ്റും ഷർട്ടും ഒക്കെ വാങ്ങി. മാഷിക്ക് ഒന്നും വാങ്ങണ്ടേ എന്ന് പ്രത്യേകം പറഞ്ഞു വിട്ടിരുന്നു. തിരിച്ചു വരുമ്പോൾ രാത്രിയായിരുന്നു. മക്കൾ ഡ്രസ്സും പിടിച്ച് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ചേലൊക്കെ നോക്കുന്നുണ്ട്. ഒരു കല്ല് വെച്ച പോലെ തോന്നി. നെഞ്ചു കുത്തുന്നുണ്ട് മാഷിക്ക്. ഇവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് മനസ്സ് പറയുന്നു. ഒന്നും കാണാതെ മിണ്ടാതെ അറിയാതെ എവിടേക്കെങ്കിലും ഓടി ഒളിക്കാൻ തോന്നും പോലെ. മാഷിക്ക് രാത്രി ഒട്ടും ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ശരിക്കും ജുനൈസിനോട് തോന്നിയ വികാരം മറ്റെന്തൊക്കെയാണെന്ന് മനസ്സ് കട്ടായം പറയുന്നുണ്ട്. കൂടെ വേണമെന്ന് തോന്നുന്നുണ്ട്. മറ്റൊരാളുടെ ആവുമെന്ന് പോലും ചിന്തിക്കാനാവാത്ത വിധം ഒരു അസ്വസ്ഥത അവളുടെ മനസ്സിൽ നിറയുന്നുണ്ട്. കരഞ്ഞു കരഞ്ഞ് വീണ്ടും കണ്ണുനീര് കെട്ടിയിട്ടുണ്ട്. രാവിലെ ആയപ്പോൾ തുറക്കാൻ പറ്റാത്ത വിധം അവളുടെ കൺതടം വേദനിച്ചു തുടങ്ങിയിരുന്നു. തൊണ്ടക്കുഴിയിൽ ഇനിയും മാറാത്തൊരു തരം വേദന തിങ്ങി നിൽക്കുന്നുണ്ട്. നിസ്കരിച്ച് അതേ പായയിൽ തന്നെ അല്പം കിടന്നുപോയി അവൾ. മക്കളെ വിളിച്ചുണർത്തിയില്ല. മക്കളെ കൂട്ടാൻ വന്ന ജുനൈസ് പുറത്തു നേരം കാത്തുനിന്നു. സാധാരണ അല്പം ഇങ്ങനെ നിൽക്കുമ്പോൾ മാഷിക്ക് സലാം പറഞ്ഞ് ഓടി വരലാണവർ. നിന്നിട്ടും വാതിൽ തുറക്കുന്നില്ല. പിന്നെ ബെല്ലടിച്ചു നോക്കി. വീണ്ടും അല്പം ഒന്ന് കഴിഞ്ഞാണ് വാതിൽ തുറന്നു വന്നത്. അപ്പുറം മാഷിത്തയാണ്. മക്കള് ഉണർന്നിട്ടില്ല. അടഞ്ഞ സ്വരത്തിൽ മാഷിത്ത പറഞ്ഞു. തനിക്ക് പനിയാണോ? അവളുടെ സ്വരം മാറിയതും ശ്രദ്ധിച്ചു. ഇല്ല, എനിക്ക് ചെറിയൊരു ജലദോഷം. വയ്യെങ്കിലേ ഫുഡ് ഉണ്ടാക്കണ്ട, ഞാനെന്തെങ്കിലും വാങ്ങാം. താൻ റെസ്റ്റ് എടുത്തോ. മക്കൾ ഉണരുമ്പോൾ അങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി, ഞാൻ നോക്കിക്കോളാം. മാഷിക്ക് ഹൃദയം പിടിച്ചു. എനിക്കൊന്ന് സംസാരിക്കണം. അവളുടെ ശബ്ദം അടഞ്ഞു പോയിരുന്നു. ഒന്ന് അവിടെ തന്നെ നിന്ന് ജുനൈ. എന്ത് പറയണമെന്നൊന്നും എനിക്കറിയില്ല. പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും വേർതിരിക്കാനും പറ്റുന്നില്ല എനിക്ക്. എന്നു മുതലാണ് ഇങ്ങനെയൊന്നും അറിയില്ല. പക്ഷേ ഇപ്പോൾ അത്രയും പറഞ്ഞ് അവളൊന്ന് ഏങ്ങിപ്പോയി. മാഷിത്ത, താൻ കരിയാണോ? വാതിലിനപ്പുറം അവനിലും അസ്വസ്ഥത നിറഞ്ഞു. അവളെ കാണുന്നില്ലെങ്കിലും അവനും ഒരു തരി സങ്കടം നിറഞ്ഞു. ആഗ്രഹങ്ങൾക്കൊന്നും അർഹതയില്ല എനിക്ക്. പക്ഷെ ഇത്രയും നാൾ ഒരകലത്തിലാണെങ്കിലും ജുമിയുടെ ഉപ്പ എന്നത് ആശ്വാസമായിരുന്നു. എപ്പോഴോ അതൊരു ഇഷ്ടമായി തുടങ്ങി. ഞാൻ തെറ്റാണെന്നറിയാം ഞാൻ പറയുന്നത്. പക്ഷേ പറയാതെ പറ്റില്ലല്ലോ പോലെ. ശരിക്കും വല്ലാത്തൊരു വേദന പോലെ. ഒരല്പം നിർത്തി അവളൊന്ന് പറഞ്ഞു. എല്ലാം എൻ്റെ തെറ്റാണ്, ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. തൽക്കാലം ഞങ്ങൾ തറവാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ കല്യാണമൊക്കെ ചിലപ്പോൾ ഞാൻ വീണ്ടും പോയാൽ എൻ്റെ മക്കൾക്ക് വേറെ ആരും ഉണ്ടാവില്ല. ഇനി ഒന്നിനു വേണ്ടിയും ആർക്കും വേദനയാകാനുമില്ല. മറ്റൊരു വീട് കിട്ടും വരെ ഞങ്ങൾ തറവാട്ടിലേക്ക് പോവാണ്. ഇക്കാക്ക് വല്ലതും ചോദിച്ചാൽ വീട് മാറാൻ പറഞ്ഞെന്നോ മറ്റോ ഒന്ന് പറഞ്ഞു വെച്ചേക്കണം. ഒരു ചോദ്യത്തിനും പറച്ചിലിനും തൽക്കാലം എനിക്ക് വയ്യ. വീണ്ടും ഇടറിത്തെറിച്ച വാക്കുകൾ. കണ്ണുനീര് പെയ്യുന്നുണ്ട് ഇരുവരുടെ കണ്ണിലും. നമുക്ക് പിന്നെ സംസാരിക്കാം മാഷിത്ത. ഗൗരവം നിറച്ച അവൻ്റെ ശബ്ദം ഉയർന്നതും കസേര നീങ്ങി അല്പം ശബ്ദം കേട്ടതും മാഷി പിന്നെ ഒന്നും മിണ്ടിയിട്ടില്ല. ദേഷ്യമായിട്ടുണ്ടാവും അവളുടെ മനസ്സ് പറഞ്ഞു. തനിക്ക് വേണമെങ്കിൽ ഇന്ന് തന്നെ തറവാട്ടിലേക്ക് പോകാം മാഷിത്ത. ഞാൻ മാഹിനെ വിളിച്ചു പറയാം. തൽക്കാലം മറ്റാരും ഇതറിയണ്ട. എന്നോട് പറഞ്ഞതും ഞാൻ തിരിച്ചടിച്ച് ചിന്തിച്ചതും നല്ലതിന്. ഞാൻ ഇറങ്ങട്ടെ. ഞായറാഴ്ച വരെ ജുമയെ കൂടി കൊണ്ടുപോയിക്കോ. അവൾ ഒറ്റയ്ക്ക് എൻ്റെ കൂടെ നിൽക്കില്ലെന്നറിയില്ലേ? കല്യാണം ഉടനെ തന്നെ കാണും. അതുവരെ അവളെ താൻ തന്നെ നോക്കണം. ഇത്രയും പറഞ്ഞവൻ ഇറങ്ങി നടന്നു. 2 ദിവസമായി തറവാട്ടിലെത്തിയിട്ട് മാഷി മക്കൾക്ക് ഒരാഴ്ച ലീവ് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് വന്നത്. അന്ന് ജുനൈസിനോട് സംസാരിച്ചതിന് ശേഷം പിന്നെ അവൾക്ക് എവിടെ നിൽക്കാൻ തോന്നിയില്ല. അത്രയ്ക്കും മടുപ്പ് തോന്നി തുടങ്ങിയിരുന്നു. വൈകുന്നേരം തന്നെ അത്യാവശ്യം വേണ്ടതൊക്കെ വാരിക്കെട്ടി പുറപ്പെടുമ്പോൾ ജുനൈസ് ആ മുന്നിൽ പോലും വന്നു നിന്നിട്ടില്ല.
പോകണമെന്ന് തീരുമാനിച്ചത് നന്നായി എന്ന നിമിഷം തോന്നിപ്പോയി മാഷിക്ക്. കൂടെ അവനെ ഒന്നുകൂടി കാണേണ്ടി വന്നില്ലല്ലോ എന്നതിൻ്റെ ആശ്വാസവും. വീടിൻ്റെ വാടകയ്ക്ക് ഇനിയും 15 ദിവസം കൂടി ഉണ്ടെങ്കിലും അതും കൂടി ചേർത്ത് അയച്ചു കൊടുത്തു മാഷി. ഷോപ്പിലെ കാര്യം മാഹിനെ പറഞ്ഞേൽപ്പിച്ചു. ജുനൈസ് വിളിച്ചെന്നും കല്യാണം പറഞ്ഞെന്നും പറഞ്ഞിരുന്നു മാഹിൻ. അവിടെ നിന്ന് മാറിയത് നന്നായെന്നും പറഞ്ഞു അവൻ. മക്കൾക്കൊപ്പം തന്നെ അവരുടെ ഓരോ കാര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വേണ്ടി മാത്രം സമയം കളഞ്ഞു മാഷി. തൽക്കാലം കുറച്ച് ദിവസങ്ങൾ ഷോപ്പിനെക്കുറിച്ച് ചിന്തിക്കാനോ അങ്ങോട്ടേക്കൊന്ന് തിരിഞ്ഞു നോക്കാനോ പോലും തോന്നിയില്ല അവൾക്ക്. എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഒരാശ്വാസം കിട്ടുമെന്നും മാറി ചിന്തിച്ചെന്നും ഒക്കെ വെറുതെ പറഞ്ഞതാണെന്ന് മനസ്സ് ഇടയ്ക്ക് അവളെ ഓർമ്മപ്പെടുത്തും പോലെ ആ കുഞ്ഞു വീട്ടിലെ ഓർമ്മകൾ ഒന്നിനു പിറകെ ഒന്നായി അവളുടെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നു. മാഷി, ജുനൈസ് സാറിൻ്റെ എൻഗേജ്മെൻറ്റ് മാറ്റിവെച്ചു. സുഹൈൽ വിളിച്ചു പറയുമ്പോൾ ഫോൺ കയ്യിൽ നിന്ന് താഴെ വീണു പോയിരുന്നു. ഒരു തണുപ്പും വെപ്രാളവും അവളുടെ കാലിൽ നിന്നും അരിച്ചു കയറി. പഠിച്ചോനെ, എന്താ? ഞാൻ കാരനാണോ മാറ്റിവെച്ചത്? മാഷി, നീ കേൾക്കുന്നുണ്ടോ? താഴെ കിടന്ന് ഫോൺ ശബ്ദിച്ചതും അവൾ വേഗം ഫോൺ എടുത്ത് പിടിച്ചു. അതെന്താ മാറ്റിവെച്ചത്? അത് പറയുമ്പോൾ വിറയൽ മറച്ചു വെക്കാൻ അല്പം പാടുപെട്ടിരുന്നു മാഷി. ജാബിയുടെ പെണ്ണിൻ്റെ ഡെലിവറി ഉടനെ കാണുന്നു. അതുകൊണ്ട് എല്ലാം ഒന്ന് വേഗത്തിലാക്കണമെന്നാണ് തീരുമാനിച്ചത്. അല്ലെങ്കിൽ പിന്നെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് പോകുന്ന വീണ്ടും സമയം നീണ്ടു പോകുന്നു. ജുനൈസ് സാറിന് നിർബന്ധം ഇനിയും നീട്ടണ്ട എന്നൊക്കെ. എന്തായാലും പെൺവീട്ടുകാരോട് കൂടി തീരുമാനിച്ചിട്ട് ഞായറാഴ്ച ഉച്ചയ്ക്കൊരു വളയിടൽ ചടങ്ങ്. അതൊക്കെ വെറുതെ ഉമ്മാൻ്റെയും ജാബിൻ്റെയും ഒക്കെ നിർബന്ധത്തിന് നിന്ന് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് വൈകിട്ടൊരു നിക്കാവും ചെറിയൊരു പാർട്ടിയും കൂടി. എന്തായാലും എല്ലാം കൂടി കഴിഞ്ഞെന്ന് വീടെത്താൻ രാത്രിയാവും. ഇനിയിപ്പോൾ കല്യാണ പർച്ചേസിനൊന്ന് ഇറങ്ങണം. നാളെ വല്ലതാവട്ടെ എന്ന് കരുതിയതാ. അപ്പോഴുണ്ട് ജുനൈസ് സാർ ഉവൈസ്ക്കയെ വിളിച്ചു. ഇന്ന് പെണ്ണിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന കൂട്ടത്തിൽ എന്നെയും ഉവൈസ്ക്കയും കൂട്ടിനെ വിളിച്ചിട്ടുണ്ട്. പുള്ളിക്ക് ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടെന്നാണ് കേട്ടത്. സുഹൈല ചിരിയോടെ ഓരോന്നും പറയുമ്പോൾ ഒന്ന് മങ്ങി ചിരിച്ചു മാഷി. എല്ലാം നല്ലപടി നടക്കട്ടെ. കൂടെയുള്ളവരൊക്കെ സന്തോഷത്തിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചു മാഷി. ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന വഴിയാണ് ഉവൈസിൻ്റെ ഫോണിലേക്ക് ഉമ്മയുടെ വിളിയെത്തിയത്. മോനെ, ഉപ്പാക്ക് ഷുഗർ കൂടിയിട്ട് വീണു പോയടാ. ഹോസ്പിറ്റലിലാടാ. ഒന്ന് വാ മോനെ. കരഞ്ഞു വിളിച്ച് ഉമ്മ ഓരോന്നും എണ്ണിപ്പറക്കി പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൻ്റെ പേരും ചോദിച്ചറിഞ്ഞ് ജുനൈസിനോട് കാര്യം പറഞ്ഞ് അവർ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ജുനൈസ് കൂടെ വരുന്നുണ്ടെങ്കിൽ പറഞ്ഞെങ്കിലും ഞങ്ങൾ പോയിട്ട് വരാടാ എന്ന് പറഞ്ഞ് അവനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു ഉവൈസ്. ഹോസ്പിറ്റലിൽ ചെന്നതും ആദ്യം കണ്ടത് ഉമ്മയെയാണ്. കയ്യിൽ പതുങ്ങിക്കിടക്കുന്ന കൈസിൻ്റെ കുഞ്ഞും. എങ്ങനെയുണ്ട് ഉമ്മ? ഉപ്പാക്ക് പേടിക്കാനില്ലെന്ന് ഡോക്ടർ പറഞ്ഞു മോനെ. ഉമ്മ ഒന്ന് ശാന്തമായിട്ടുണ്ട്. ആകെ കോലം കെട്ടിരിപ്പുണ്ട്. മുഖത്തൊക്കെ ചുളിവ് വീണ് കൈവാളിച്ചിട്ടുണ്ട്. ഇതെന്ത് കോല അമ്മ? സുഹൈൽ അവരെ കയ്യിൽ പിടിച്ച് അവിടത്തേക്കിരുന്നു. ഇവളെ പിറകെ ഓടി എനിക്ക് എന്നെ തന്നെ മറന്നുപോയി മോളെ. ഇവൾക്ക് എന്നെ അല്ലാതെ പറ്റില്ല. അവനും അവളും ഒന്നും വേണ്ട കൊച്ചിന്. എപ്പോഴും എന്നെ വട്ടം ചുറ്റി നിൽക്കും. ഞാൻ കൊടുത്താലേ കഴിക്കൂ കുടിക്കൂ. ഞാൻ കുളിപ്പിക്കണം, ഉടുപ്പിട്ട് കൊടുക്കണം. അങ്ങനെ എല്ലാത്തിനും ഞാൻ തന്നെ വേണം. എവിടെയെങ്കിലും ഇരിക്കാമെന്ന് വെച്ചാൽ ഇവൾക്ക് ഇരിക്കണ്ടെന്ന് പറയും. പകലിറക്കവും ഇല്ല. ഇങ്ങനെ നടക്കണം കൂടെ ഞാനും. ഉപ്പാക്ക് ചോറും വിളമ്പി കൊടുത്ത് കൊച്ചിന് ചോറും കൊടുത്ത് വെളിയിൽ നിന്നതാ ഞാൻ. 3:30 വരെ ഇതിൻ്റെ കൂടെ തന്നെ നിന്ന് പോയി. പിന്നെ അകത്ത് ചെല്ലുമ്പോൾ സ്റ്റെപ്പിൻ്റെ അവിടെ കിടക്കുന്നതാണ് കണ്ടത്. എന്ത് ചെയ്യണമെന്നറിയാതെ ആയിപ്പോയി എനിക്ക്. പിന്നെ റോഡിലേക്ക് ഇറങ്ങി ചെന്നത് ഓർമ്മയുണ്ട്. എന്ത് പറഞ്ഞെന്നോ ആരൊക്കെ വന്നെന്നോ ഒന്നും ഓർമ്മയില്ല. എന്നെയും കൊച്ചിനെയും ഒപ്പം പിടിച്ച് കയറ്റി. കൊച്ചു ഫോണും പിടിച്ച് കളിച്ചാൽ നിന്നത്. അതുകൊണ്ട് നിൻ്റെ നമ്പർ കിട്ടി. ഇല്ലെങ്കിൽ അനാഥരെ പോലെ ഞങ്ങളിവിടെ കിടന്നേനെ. പണം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മക്കളില്ലെങ്കിൽ ഒന്ന് കേൾക്കാനും പറയാനും ആരുമില്ലെങ്കിൽ പിന്നെ മയ്യത്തിന് തുല്യമാ എല്ലാ മനുഷ്യരും. കൈസിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ മോനെ നല്ലത്. അവനും അവളും ഒരാഴ്ചയായി പോയിട്ട് തോന്നുമ്പോൾ പോകാൻ വരും. കൊച്ചിനെ നോക്കുന്നു എന്ന് പറഞ്ഞ് കുറച്ച് പൈസ അവൾ ഇടയ്ക്ക് എൻ്റെ കയ്യിൽ വെച്ച് തരും. ഒന്നിൻ്റെയും ആവശ്യം എനിക്കില്ലെങ്കിലും വെറുതെ വാങ്ങി പിടിച്ചോളണം. ഇല്ലെങ്കിൽ അതിനും കിടന്ന് ചാടും. മടുത്തു പോയി ജീവിതം മോനെ. പിന്നെ ഈ കുട്ടീനെ ഓർത്ത് മരിക്കും വരെ എങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കുക. ഇനി എന്ത് ജീവിതം? കുഞ്ഞിൻ്റെ പുറത്ത് തട്ടി അവർ കണ്ണു തുടച്ചു. വീണ്ടും ഉവൈസിനെ നോക്കി അവർ. നിൻ്റെ വീട്ടിലേക്കൊന്ന് വന്ന് നിൽക്കാൻ കൊതിയാവും ഉവൈസേ. ഒറ്റയ്ക്ക് മുടക്കുന്നുണ്ട് അവിടെ. ഞാനില്ലെങ്കിൽ പിന്നെ ഈ കുട്ടിയെ ആര് നോക്കാനാ? അവൾക്ക് വേണ്ടതിനെ പ്രസവിച്ച് പോയെന്നേ ഉള്ളൂ അവൾ. അന്ന് തൊട്ട് എൻ്റെ കയ്യിലവൾ. ഇതിനെ ഓർത്ത് ഒന്ന് മരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലടാ. സംസാരിക്കാൻ ഒരാളെ കിട്ടിയ പോലെ മനസ്സിലുള്ളത് ഇറക്കി വെച്ച് തുടങ്ങിയിരുന്നു അവർ പറയുന്നതൊക്കെ കേട്ടിട്ടും ഉവൈസിനും വേദന തന്നെ.
തൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഇടയ്ക്ക് ഒന്ന് പോയി കാണണമായിരുന്നു. കുറച്ചു നേരമെങ്കിലും കൂടെ ഇരിക്കണമായിരുന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കൂടെ ഒരുവളുടെ വാലാട്ടി നടക്കുന്ന സ്വന്തം അനിയനോടുള്ള ദേഷ്യവും. 2-3 ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരും. വീട് പൂട്ടിയോ ഇല്ല എന്നൊന്നും ഓർമ്മയില്ല എന്നുമ്മ പറഞ്ഞിരുന്നു. സുഹൈലയെ വീണ്ടും അവിടെ ഇരുത്തി ഉമ്മയുമായി വീട്ടിൽ പോയി. അത്യാവശ്യം എല്ലാവരുടെയും ഡ്രസ്സും കാര്യങ്ങളും എടുത്ത് വീടും ഗേറ്റും പൂട്ടി. ഡിസ്ചാർജ് ആയാലേ എൻ്റെ കൂടെ വന്നാൽ മതി. ഇതിപ്പോൾ ഉമ്മാൻ്റെയും ഇപ്പാൻ്റെയും പേരിൽ തന്നെയല്ലേ. തൽക്കാലം ട്രിപ്പ് പോയി വരുമ്പോൾ വേറെ സ്ഥലം നോക്കട്ടെ. ഉവൈസിന് വാശിയാണ്. ഉമ്മ തലകുലുക്കി സമ്മതം പറഞ്ഞു. ഇനിയും വയ്യ. ഒന്ന് മിണ്ടി പറയാനെങ്കിലും ആരെങ്കിലും കൂട്ടുണ്ടല്ലോ എന്നൊരു ആശ്വാസം. 2 ദിവസം ഉവൈസ് തന്നെയാണ് ഹോസ്പിറ്റലിൽ നിന്നത്. ഈ സമയം കുഞ്ഞുങ്ങൾ രണ്ടും ഒന്നിണങ്ങിക്കഴിഞ്ഞിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് ഡിസ്ചാർജ് വാങ്ങി ഉപ്പയെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നു. ഒന്നും പറഞ്ഞില്ലുപ്പ. വേദനയ്ക്ക് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വിടില്ലുപ്പ. അതുപോലെ സന്തോഷവും. ഒരു പരിധിക്കപ്പുറം ചിരിച്ചും കണ്ടിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ. ഇന്ന് വൈകിട്ട് മാഷയെ കാണാൻ പോകണമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചതാണ്. അവിടെ നിൽക്കണമെന്നും എന്തായാലും പോവാതെ തരമില്ല. ഒരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് 5 മണിക്ക് അവരിറങ്ങിയത്. കൈസിൻ്റെ മോളെ ഒന്ന് ഇണക്കിയെടുത്തിട്ടുണ്ട് സുഹൈല. അവളെ കൂടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഒരുക്കിയിരുന്നു. ആദ്യം വരില്ലെന്നൊക്കെ പറഞ്ഞ് ഉമ്മാൻ്റെ നെഞ്ചിൽ പതുങ്ങിയെങ്കിലും ഉവൈസിൻ്റെ പുലിക്കുട്ടി അവളെ കൊണ്ടേ പോകുമെന്ന് വാശി പറഞ്ഞു. കളിക്കാൻ ഇത്താത്തമാരൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കഥ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും കാറിൽ കയറിയപ്പോൾ അവൾക്ക് അത്ഭുതം. അങ്ങനെ പുറത്തോട്ടേക്കൊന്നും പോയിട്ടില്ല കുഞ്ഞ്. പനി വരുമ്പോൾ മാത്രം. അല്ലെങ്കിൽ ആ വീട്ടിൽ ഉമ്മയ്ക്ക് ചുറ്റും ഇങ്ങനെ നടക്കും. ഉവൈസിൻ്റെ കാറ് അകത്തേക്ക് കയറിയതും പട്ടാളങ്ങളൊക്കെ കൂടെ ചുറ്റും കൂടി. ഒരാളെ കളിക്കാൻ കൂട്ടിയെടുത്ത് ഇറങ്ങി വന്നത് ഒരുപോലെ ഉടുപ്പൊക്കെ ഇട്ട 2 പേർ. ആദ്യം കണ്ട പകപ്പിൽ സുഹൈലാൻ്റെ മറവിൽ ഒളിച്ചു നിന്നവളെ മിനിറ്റുകൾ കൊണ്ട് കൂട്ടത്തിൽ ചേർത്തിരുന്നു. പിന്നീട് 5 അംഗ സംഘം അവിടെ ബഹളമായിരുന്നു. ഇതിനിടയിൽ ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചുമൊക്കെ സുഹൈല മാഷിയോട് പറയുന്നുണ്ടായിരുന്നു. രാത്രി വൈകിയാണെങ്കിലും തിരിച്ചു ചെല്ലാമെന്ന് പറഞ്ഞിടത്ത് മക്കളൊരു പൊടിക്ക് വരുന്നില്ല എന്ന്. പിന്നെ ഉമ്മയെ വിളിച്ച് പറഞ്ഞപ്പോൾ നാളെ വന്നാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. രാത്രി കുറച്ച് വൈകി മാഹീനും കുടുംബവും കൂടി ചേർന്നതോടെ തറവാടിൻ്റെ ഓരോ മുക്കും മൂലയും സന്തോഷത്തിൻ്റെ ചിരി വിടർന്നു. നാളെയുടെ സന്തോഷം, അതിനൊപ്പം വരുന്ന ദുഃഖവും എന്തെന്നറിയാതെ മാഷിയും ജീവിതത്തിൽ എന്നും ഈ വിരഹവും സങ്കടവും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചെടുത്ത് ഓരോ സന്തോഷവും വരാൻ കാരണമായവളെ ഓർത്തുകൊണ്ട് ജുനൈസും ഉറങ്ങി. കൈസ് തിരിഞ്ഞു നോക്കി. കട്ടിലിൽ ചൂളിക്കിടപ്പുണ്ട് നൂറിൻ. അത്രയ്ക്കും അടികൊണ്ട് അവശയായിട്ടുണ്ടവൾ. വാഴിൽ നിന്നും ഒഴുകുന്ന കൊഴുത്ത രക്തത്തിൻ്റെ ഒഴുക്ക് ഇതുവരെ നിലച്ചിട്ടില്ല. അവളെ കാണിക്കാണെ അവന് കലി കയറി വരുന്നുണ്ട്. മുഷ്ടി ചുരുട്ടി ഒന്നുകൂടി അടിച്ചവൻ. ഒരാഴ്ചയായി അവളെയും കൊണ്ട് സർക്കിട്ടിനിറങ്ങിയിട്ട്. അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞ് വൈകിട്ട് ഇറങ്ങിയതാണവൾ. സമ്മതിച്ചില്ലെങ്കിലും അവൾ പോകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഒന്നും മിണ്ടാൻ നിന്നില്ല അവൻ. സമയത്തിന് അവൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അവൾ ഇറങ്ങിയ പിറകെ അവനും കുറച്ചു നേരം പുറത്തേക്ക് പോയിരുന്നു. 1 മണിക്കൂർ എന്ന് പറഞ്ഞിറങ്ങിയവൾ 10 മണി കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയിട്ടില്ല. ഒരുപാട് തവണ വിളിച്ചു നോക്കിയെങ്കിലും സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞതും കുറേ സ്ഥലങ്ങളിൽ അന്വേഷിച്ച് നടന്നിട്ടും സ്ഥിരമുള്ള ഒരിടത്തും അവളില്ലായിരുന്നു. വീണ്ടും റിസോർട്ടിലെത്തുമ്പോൾ വാതിൽ തുറന്ന് കിടപ്പുണ്ടായിരുന്നു. അകത്ത് നിൽക്കുന്നവളെ കാണെ ഒന്ന് ആശ്വസിച്ചെങ്കിലും അവിടത്തേക്ക് എത്തും തോറും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുളിഞ്ഞിരുന്നു. കൈസ് അവൻ്റെ ദേഹത്തേക്ക് കുഴിഞ്ഞു വീണ് അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചവൾ കൊഞ്ചി. അവൻ്റെ ചുണ്ടിലേക്ക് ചേരാൻ കൊതിച്ചവളുടെ അതരങ്ങളിൽ നിന്നും രൂക്ഷമായ മദ്യത്തിൻ്റെ ഗന്ധത്തിൽ അവൻ അവളെ തള്ളി മാറ്റി. നീ കുടിച്ചിട്ടുണ്ടോ നൂറിൻ? കുടിച്ചിട്ടുണ്ടോ? അവനെന്നെ ചലഞ്ച് ചെയ്തു കൈസ്. വീണ്ടും വീണ്ടും കൊഞ്ചി അവൻ്റെ ഷർട്ടിൽ പിടിച്ചു വിളിച്ചു. അവൻ വീണ്ടും അവളെ തള്ളി മാറ്റി. നീ കുടിച്ചോ നൂറിൻ? ഇപ്രാവശ്യം അവൻ്റെ ശബ്ദം ഉയർന്നിരുന്നു. ദേ ഇത് കണ്ടോ ഗൈസ്, ഈ ഡയമണ്ട് റിംഗ്, ഇതായിരുന്നു ഓഫർ. അവളുടെ വലത് കൈ അവനെ നേരെ ഉയർത്തി കാട്ടി. അവളെ ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉള്ളവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ടുള്ളത്. അവളൊന്ന് അതിലേക്ക് നോക്കി ചിരിച്ചു. ആദ്യത്തേതിൽ തന്നെ ഞാൻ വീഴുമെന്ന് പറഞ്ഞ് അവരെന്നെ കളിയാക്കി കൈസ്. എല്ലാവരും കൂടി കൈയടിച്ച് എന്നെ വാശി പിടിപ്പിച്ചത്. നിനക്കറിയാലോ എന്നെ വാശി പിടിച്ചാൽ പിന്നെ അത് കിട്ടാതെ ഈ നൂറിൻ മാറില്ല എന്ന്. അതുപോലൊരു വാശിയിലല്ലേ നിന്നെ എൻ്റെ കയ്യിലിട്ട് ഇങ്ങനെ അമ്മാനം മാടുന്നത്. അതും പറഞ്ഞവൾ ഉറക്കെ ചിരിച്ചു. ഭ്രാന്തി പിടിച്ചൊരു ചിരി. അവൾക്ക് കൈസിനെ വേണമായിരുന്നു. ഒരിക്കൽ ഇതുപോലെ അവളുടെ കൂട്ടുകാർ ചൂണ്ടിക്കാണിച്ച ഒരുവൻ. അവനെ കൊണ്ട് നിന്നെ ഇഷ്ടമാണെന്ന് പറയിക്കണം നൂറിൻ, അവർ ആർത്തി ചിരിച്ചു കൊണ്ടവളോട് പറഞ്ഞു. നൂറിനും കണ്ടുകൊണ്ടൊന്ന് ഒഴിഞ്ഞു വെച്ചു. ഹാൻസം അവളൊന്ന് മൊഴിഞ്ഞു.
ഒരു മാസം അതിനു മുമ്പ് അവനെ ഞാൻ വളച്ച് എൻ്റെ പിന്നാലെ നടത്തും. അവളും വിട്ടുകൊടുക്കാതെ പറഞ്ഞു. തമാശയ്ക്ക് ചെയ്ത വെല്ലുവിളി ഏറ്റെടുത്ത് പുറപ്പെട്ടതാണവൾ. 3 മക്കളുടെ ഉപ്പയെ തൻ്റേതാക്കാൻ മിടുക്കുകൊണ്ട് അവൾക്കതിന് സാധിക്കുകയും ചെയ്തു. ഒരു പാവം പെണ്ണിനെയും 3 മക്കളെയും വിട്ടുകളയാൻ പാകത്തിന് അവൻ്റെ മനസ്സിനെ മാറ്റിയെടുത്ത പെണ്ണുരുത്തി. അവൾക്കൊന്നും അതോർക്കുമ്പോൾ ഒരു ഹരമാണ്. സുന്ദരനാണ് കൈസ്. കണ്ണെടുക്കാൻ പറ്റാത്ത വിധം ആരും ഒന്ന് നോക്കിപ്പോകുന്ന വിധം വശ്യമായ ചിരിയാണവൻ്റെ ഏറ്റവും വലിയ ആകർഷണം. അവൻ ഇഷ്ടം പറഞ്ഞാൽ വിട്ടുകളയാമെന്ന് ആദ്യം കരുതിയെങ്കിലും പിന്നീട് അവനോട് കൂടുതൽ അടുത്തപ്പോൾ കല്യാണത്തിൽ ചെന്നെത്തപ്പെട്ടു. അതൊരു നല്ല തീരുമാനം തന്നെയായിരുന്നു അവൾക്ക്. എന്തുകൊണ്ടും സമ്പന്നൻ, സമ്പത്തും സൗന്ദര്യവും കൊണ്ട് അവൾ നേടിയെടുത്ത ഒരുവൻ. ഓർക്കും തോറും ഒരു കുളിര് നിറയും അവളിൽ. അവനെ വീണ്ടും അവൾ ഉറുകെ പുണർന്നു. ഐ ലവ് യു കസ്. മാഷിത്തയിൽ നിന്നും നിന്റെ ഹൃദയം കവർന്നെടുത്തവൾ നൂറിൻ്റെ മാത്രം കൈസ്. ബോധം മറയുമ്പോഴും അവളത് തന്നെ വീണ്ടും പറഞ്ഞു. മാഷിത്തയിൽ നിന്നും നിന്റെ ഹൃദയം കവർന്നെടുത്തവൾ. കല്യാണം കഴിഞ്ഞ് ഇന്നേ വരെ മാഷി തങ്ങൾക്കിടയിൽ ഒരു സംസാര വിഷയം പോലുമായിട്ട് വന്നിട്ടില്ല. മാഷിത്തയിൽ നിന്ന് നൂറിനുള്ള പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഇന്നും അറിയില്ല കൈസിന്. ആ നിമിഷത്തിൽ കൈവിട്ടു പോയ ഹൃദയം, അത് മാഷിക്ക് ചേരില്ലെന്ന് കുറ്റബോധം, അല്ലെങ്കിൽ ജീവിതത്തിൽ അതൊരു കരടാകുമെന്ന ചിന്ത, അങ്ങനെ എന്തെല്ലാമോ ന്യായങ്ങൾ മനസ്സിൽ നിരത്തിയാണ് മാഷിയിൽ നിന്ന് തിരിഞ്ഞു നടന്നത്. എന്നാലും ജീവിതം ആസ്വാദനം നിറഞ്ഞതായിരുന്നു. ഇടയ്ക്ക് 3 കുഞ്ഞുങ്ങളുടെ മുഖം കുത്തി നോവിച്ചു പോവുമെങ്കിലും വെറുതെ മാഷി ഓർത്തുപോയ സമയത്താണ് നൂറിൻ്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്തത്. അവൾ ഉറക്കമായതുകൊണ്ട് തന്നെ എടുക്കാനും പോയില്ല ഗൈസ്. പക്ഷേ തുടരെ അതിങ്ങനെ മിന്നിക്കൊണ്ടിരുന്ന നേരം അവൻ അത് എടുത്തിരുന്നു. നൂറിൻ, എന്തായി? അവൻ ഉറങ്ങിയോ? ഇന്നെൻ്റെ ഒപ്പം നൈറ്റ് സ്പെൻഡ് ചെയ്യാമെന്ന് നീ പ്രോമിസ് ചെയ്തതാണ് നൂറിൻ. കുഴഞ്ഞ ശബ്ദത്തിൽ ഒരുവൻ പറഞ്ഞു. ഞാൻ തന്ന പാക്കറ്റ് അവനുള്ളതാ. 2 ദിവസം അവൻ ഓഫായി കിടന്നോളും. ഉണർന്നാലും ഒരു ബോധവും കാണില്ല. ഇനിയും കാത്തിരിക്കാൻ വയ്യ നൂറിൻ. ഞാൻ പുറത്തുണ്ട്, നീ വിളിച്ചാൽ മതി. അതും പറഞ്ഞ് മറുപടിക്ക് നിൽക്കാതെ കോൾ കട്ടായതും കൈസ് ഫോൺ ചെവിയിൽ നിന്നും മാറ്റിയിരുന്നു. അവളെ വാശി കയറ്റിയാൽ അവൾ ചെയ്യാത്ത ഒരു പണിയുമില്ലെന്നവന് ബോധ്യമായ നിമിഷം ചെന്നിയിലെ നരമ്പ് ദേഷ്യത്താൽ പിടിച്ചു. ബോധം മറിഞ്ഞു കിടന്നവളുടെ കഴുത്തിൽ പിടിച്ച് നിരിക്കുമ്പോൾ അവനെ ഒരു തരം ഉന്മാദം ബാധിച്ചിരുന്നു. ഇടയ്ക്ക് അവളൊന്ന് പിടഞ്ഞതറിഞ്ഞു അവൻ. കണ്ണുകൾ തുറിച്ച് വാ പിളർന്നവർ. എന്നിട്ടും ദേഷ്യം മാറാതെ അവനും. തീരട്ടെ, എല്ലാം തീർന്ന് നശിക്കട്ടെ. തണുത്തു തുടങ്ങിയ അവളെ വിട്ട് അവൻ പുറത്തേക്ക് നോക്കി. കോട മൂടിയ തണുപ്പിലും അവൻ്റെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. രാവിലെ തന്നെ അടുക്കളയിൽ നിന്ന് തട്ടുമുട്ടും കേട്ട് തുടങ്ങി. ചായ വാങ്ങി ചുണ്ടോട് ചേർത്ത് മാഹിൻ അടുക്കളയിൽ അല്പനേരം ആലോചനയിൽ നിന്നു. മാഷി ധൃതി പിടിച്ച് എന്തൊക്കെയോ ചെയ്തു വെക്കുന്നുണ്ട്. കൂടെ 2 പെണ്ണുങ്ങളും, അവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന മക്കളും. മാഷി, എനിക്കൊന്ന് നിന്നോട് സംസാരിക്കണം. നീ അപ്പുറത്തേക്ക് വാ. ചായ ഗ്ലാസും കഴുകി വെച്ച് അവൻ മുറ്റത്തേക്കിറങ്ങി. സുഹേലയും സെയ്റയും മുഖത്തോട് മുഖം നോക്കി. നനഞ്ഞ കൈ ടവലിൽ തുടച്ചു മാഷി. സെയ്റ, ദാ ഇതൊക്കെ ഡൈനിങ് ടേബിളിലേക്ക് വെച്ചേക്ക്, ഞാനിപ്പോൾ വരാം. മാഹിൻ പോയ വഴിയെ നടക്കുന്നവളെ നോക്കി സുഹൈല. സീനാവുമോ? സെയ്റ ചിരിച്ചു. എന്തായാലും ഇന്ന് തീരുമാനമാകും. സുഹൈലയും ചിരി ഒതുക്കും. എന്താ ഇക്കാക്ക? ജാതിമരത്തിൻ്റെ ഇല നുള്ളിയിടുന്നവന് പിറകിലായി വന്നു നിന്നു മാഷി. അവനൊന്ന് അവളെ നോക്കി ചിരിച്ചു. പിന്നെ അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ഞാനൊരു കാര്യം നിന്നോട് പോലും ചോദിക്കാതെ തീരുമാനിച്ചിട്ടുണ്ട് മാഷി. അത് നിനക്കും മക്കൾക്കും നല്ലതിന് വേണ്ടിയാണ്. മുഖവരിയും പ്രസംഗവും ഒന്നും നടത്താൻ ഇപ്പോൾ സമയമില്ല. അതുകൊണ്ടാണ് നേരെ കാര്യത്തിലേക്ക് പോവാമെന്ന് വിചാരിച്ചത്. ഇന്നെന്തിനാ ഇങ്ങനെയൊക്കെയുള്ളൊരു വർത്താനം? മാഷി അവനെ തല ചിരിച്ചത് നോക്കി. ഇന്നൊരു കൂട്ടരെ നിന്നെയും മക്കളെയും കാണാൻ വരുന്നുണ്ട്. അത് പറഞ്ഞ് ഒരു നിമിഷം നിർത്തിയവൻ. ആ നിമിഷം തന്നെ അവൾ പിരികൻ ചുളിച്ച് അവനെ നോക്കി. എന്താ? ഇനിയും നിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല മാഷി. നല്ല ആളുകളാ, ഞാൻ അന്വേഷിച്ചു, കണ്ടു ബോധിച്ചിട്ടുണ്ട്. പിന്നെ പണവും പ്രതാപവും ഒന്നും വേണ്ടെന്ന് നല്ലതെന്ന് ബോധ്യമായെന്ന് ഉറപ്പായ ശേഷം ഇങ്ങനെയൊരു കൂടിക്കാഴ്ചക്ക് ഞാൻ അനുവാദം കൊടുത്തത്. ഇനിയും ഒഴിഞ്ഞു മാറരുത് മാഷി. ജുനൈസ് നല്ല പയ്യനായിരുന്നു. അങ്ങനെയൊന്നും ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ 2 പേരും ഒരു അഭിപ്രായം പറഞ്ഞില്ല. ഇനിയും ചോദിച്ച് ബുദ്ധിമുട്ടാൻ എനിക്ക് താല്പര്യമില്ല. എന്തായാലും ഒന്ന് റെഡിയായി നിൽക്കണം. അവർ വന്നിട്ട് അറിഞ്ഞില്ല പറഞ്ഞില്ല എന്നൊന്നും പറയാൻ നിൽക്കണ്ട മാഷി. ഇഷ്ടമായില്ലെങ്കിൽ അടുത്തത് നോക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഇത് നല്ലതാണെന്ന് ഉറപ്പുണ്ടെനിക്ക്. എല്ലാം ഒരു ശില പോലെ കേട്ടു നിന്നു മാഷി. കല്യാണോ? എനിക്കോ? എന്തൊക്കെയാ ഇക്കാക്കി പറയുന്നത്? പറ്റില്ലെന്ന് പറയാൻ ശബ്ദമുയർത്തിയതും മുന്നേ പുറത്തെ ഗേറ്റിനപ്പുറം ഒരു ഹോൺ മുഴങ്ങിക്കേട്ടു. അവരെത്തിയെന്ന് തോന്നുന്നു മാഷി. ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി ഇച്ചിരി മെനയായിട്ട് നിൽക്ക്.
അതും പറഞ്ഞവൻ മുൻവശത്തേക്ക് നടന്നു. ഒരു താങ്ങിനെന്ന പോലെ മാഷി ആ ജാതിമരത്തിൽ പിടിച്ചു നിന്നു. ഇൻഷാ അല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.